എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഒരു വർഷമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടാതെ ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. സംസ്ഥാനത്ത് 3 ലക്ഷം നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകാനുള്ള ക്ഷേമനിധി പെൻഷന്റെ കുടിശ്ശിക എന്ന് പറയുന്നത് 576 കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ്. ഇവർക്ക് പ്രതിമാസ ക്ഷേമ പെൻഷനായി ലഭിക്കേണ്ടത് 1600 രൂപ ഒരു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. മാത്രമല്ല, വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ നമ്മൾ വീഡിയോയ്ക്ക് താഴെ വന്ന് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും പറയണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ സർക്കാരിലേക്ക് അറിയിക്കാൻ, അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് വളരെയധികം ആളുകൾ പറയുകയുണ്ടായി. പ്രതിമാസം 1600 രൂപ വീതമാണ് ലഭിക്കേണ്ടത്. ഇതിലാണ് ഇപ്പോൾ 576 കോടി രൂപ കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. ഒരു മാസം ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടത് വെറും 48 കോടി രൂപയാണ് എന്നിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷമായിട്ട് തുക നൽകാതെ സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. തൊഴിലാളികൾക്ക് ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണ്. ഇതിനു പുറമെ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ 8 മാസമായിട്ട്, തയ്യൽ തൊഴിലാളി പെൻഷൻ 3 മാസവുമായിട്ടും, ഈറ്റ കാട്ടുവള്ളി തൊഴിലാളി പെൻഷൻ 6 മാസവും, അസംഘടിത തൊഴിലാളികൾക്കുള്ള പെൻഷൻ 5 മാസവുമായി കുടിശ്ശികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിഷേധം ശമിപ്പിക്കാനായി എല്ലാ പെൻഷനുകളും ഒരു ഗഡു നൽകി സർക്കാർ തടിതപ്പിയിരുന്നു. പക്ഷേ ഇനിയും ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു തുക എങ്ങനെ ലഭ്യമാകും എന്നുള്ള വളരെ വലിയ സങ്കടത്തിൽ തന്നെയാണ് കെട്ടിട തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾ. മാത്രമല്ല, ഈ ഒരു തുക നമ്മുടെ 1600 രൂപ വീതം സാധാരണ രീതിയിൽ ക്ഷേമ പെൻഷനായി വാങ്ങുന്ന ആളുകൾക്ക് 5 മാസത്തെ 8000 രൂപയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കാനുള്ളത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക അടിയന്തരമായിട്ട് വിതരണം ചെയ്യണമെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആലപ്പുഴ കേന്ദ്രമാക്കി സംഘടിപ്പിക്കുമെന്നും യോഗം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AM കബീർ ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിനും ശക്തമായിട്ടുള്ള തിരിച്ചടി കിട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ തുകയുടെ ഒക്കെ കാര്യത്തിൽ വീണ്ടും ഒരു കർശനമായിട്ടുള്ള നിലപാടെടുക്കുകയോ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയോ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു പഴയ അവസ്ഥയിൽ ധാർഷ്ട്യവും കാണിച്ചുകൊണ്ട് പരമാവധി ദൂർത്തും കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കേരളത്തിലെ ജനത തീർച്ചയായിട്ടും ഇതിനൊക്കെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാജാക്കന്മാരായിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് ക്ഷേമ പെൻഷനുകൾ. അത് സാധാരണക്കാർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത ആളുകൾക്ക് ഇത് വലിയൊരു സഹായമായിട്ടുള്ള തുകയാണ്. യാതൊരു കാരണവശാലും എത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും സംസ്ഥാന സർക്കാർ ഇതുപോലുള്ള തുകകൾ പിടിച്ചു വെക്കരുത്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമായിട്ടൊന്നുമല്ല ഈ ഒരു തുക നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ ഒരു ഓരോ സർക്കാർ തുക കറക്റ്റായിട്ട് നൽകാത്തതിന്റെ പേരിൽ വളരെയധികം വിമർശനങ്ങൾ നേരിടുന്ന സമയത്തോടുകൂടിയാണ് ഈ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളുമൊക്കെ ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. ഇതിനായാലും പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെയാണിത്. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും ഇതേ രീതിയിലാണ് അവസ്ഥയെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഇനി അങ്ങോട്ട് നേരിടേണ്ട തന്നെ വരും.